ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള അതുപോലെ നല്ല ഫ്ലേവർഫുള്ളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതായത് മലബാർ ചിക്കൻ ദം ബിരിയാണി. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണിയുടെ മസാലയാണ് കുക്ക് ചെയ്യാനുള്ളത്. ഞാനിവിടെ ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള പൊരിച്ചപ്പോൾ ഉള്ള എണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ എണ്ണ യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് എണ്ണ ഒഴിച്ചാലും മതിയാകും. അതിനുശേഷം ഒരു 2 വലിയ സവാള ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. ഇപ്പോൾ നിങ്ങൾ ഉപ്പൊന്നും ചേർക്കരുത്. ഞാനിവിടെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ചിക്കൻ്റെ പിങ്ക് കളറൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതൊരു വൈറ്റ് കളറായി മാറും. അതാണ് കറക്റ്റ് പാകമായിട്ടുള്ളത്. അങ്ങനെ ചിക്കനൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിവിടെ ഉപ്പ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ച് വേണം ഇടാനുള്ളത്. പേസ്റ്റാക്കി എടുക്കണ്ട. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. പിന്നെ നമ്മൾ ഈ ബിരിയാണിയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒരു മസാലകളും ചേർക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഈ സമയം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് നല്ലതുപോലെ തുറന്നു അടച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കനൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ചിക്കനും അതുപോലെ നമ്മളിട്ട ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഞാനിവിടെ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാം തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി ചേർക്കുന്നത് പുളിയില്ലാത്ത കട്ട തൈരാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തതാണ്. 3/4 കപ്പോളം തൈരുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ചിക്കനിൽ നിന്നും ഉള്ളിയിൽ നിന്നും തൈര് ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വലിയ സവാള പൊരിച്ചതാണ്. ആ പൊരിച്ച സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇങ്ങനെ ഈ സവാള പൊരിച്ചത് നമ്മുടെ ഈ മസാലയിൽ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിയുടെ മസാലയ്ക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ്. 1.5 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലാകെ ഇടുന്ന ഒരു പൊടി എന്ന് പറയുന്നത് ഗരം മസാല തന്നെയാണ്. ഇനി ഒരു കൈപ്പിടി നിറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാല നമ്മുടെ കൺസിസ്റ്റൻസിക്ക് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നാൽ ഇത് ഓവർ ഗ്രേവി ആകരുത്, ഓവറായിട്ട് ഡ്രൈ ആവുകയും ചെയ്യരുത്. അപ്പം അതിൻ്റെ ഒരു ഈവനായിട്ടുള്ള ഇതിൽ നിങ്ങൾ റെഡിയാക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവറായിട്ട് ഗ്രേവിയോ അല്ല, എന്നാൽ അതുപോലെ ഓവർ ഡ്രൈയോ അല്ലാത്ത ഒരു മസാലയാണ്. ഇനി അടുത്ത് നമുക്ക് ഗീ റൈസാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഇതിനായിട്ട് ഞാനിവിടെ നെയ്യാണ് ആദ്യം ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ്. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഒരു പിടി സവാളയും അതുപോലെ 2 തൊണ്ടൻ മുളകുമാണ് ഇട്ടിട്ടുള്ളത്. തൊണ്ടൻ മുളക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്. 2 കപ്പ് അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു 20 മിനിറ്റ് നേരത്തെ സോക്ക് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി ആണ് വെച്ചിട്ടുള്ളത്.
എന്നിട്ട് ഇത് നമ്മുടെ നെയ്യിലിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടുന്നൊരു ഇത് സൗണ്ടൊക്കെ വരും. അതാണ് നമ്മുടെ കറക്റ്റ് പാകം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിന് ആവശ്യമായ വെള്ളം, അതായത് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം, ഇരട്ടി വെള്ളമാണ്. അതും നല്ല ചൂട് തിളയ്ക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരിക്കലും തണുത്ത വെള്ളം യൂസ് ചെയ്യരുത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഞാനിവിടെ ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. ഈ പൈനാപ്പിൾ എസൻസ് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. എനിക്ക് ഈ ചോറിലൊരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് വരുന്ന ഇഷ്ടമാണ്. അതിൻ്റെ അടപ്പിൽ തന്നെ ഒരടപ്പ് എസൻസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അടച്ച് വെച്ച് ഇനി നല്ലപോലെ ചോറ് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് ഒരു പിടി പൊരിച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാൻ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ദമ്മിങ് പ്രോസസ്സാണ്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാകും. ഞാൻ ഒരു ലെയറായിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴത്തെ ലെയറിൽ നമ്മുടെ മസാലയുണ്ട്. ചോറും ഇതുപോലെ നിരത്തി സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചോറൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് ഒരിച്ചിരി മാറ്റിയിട്ട് അത് ഇതിൻ്റെ മുകളിലിടാം. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഇനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം. ഇത് തുറക്കുമ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മലബാർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഈസിയുമാണ്, അതുപോലെ അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.